വെൽക്കം ബാക്ക് ടു ദർശന ടി വി സഫലമേ യാത്ര. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദ് എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ പ്രശസ്തമായ അബീർ ഫർഹാൻ പ്ലാസ്റ്റിക് കമ്പനി എന്ന സ്ഥാപനം, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻ ഷാ ആണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. വലൈക്കും സലാം. മൊയ്തീൻ സർ, നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞാൻ തൃശ്ശൂർ ചേലക്കര. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്? പഠിച്ചത്. എത്ര വർഷമായി സൗദി അറേബ്യയിൽ എത്തി? സൗദി അറേബ്യയിൽ ഇപ്പോൾ 2006 തൊട്ട് ഏകദേശം 2024 വരെ എത്തിയിരിക്കുന്നു. ഏകദേശം ഒരു 18 വർഷമായി. നീണ്ട കാലയളവാണ് അല്ല? അതിനു മുമ്പ് നാട്ടിൽ എന്തായിരുന്നു? നാട്ടിൽ ഞാൻ മാർക്കറ്റിലുണ്ടായിരുന്നു. നാട്ടിൽ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയുള്ള ജോലികളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ ഉപ്പാക്ക് മീൻ കച്ചവടമൊക്കെ ആയിരുന്നു സാധാരണ വീട്ടിലുള്ള ഒരു താമസമൊക്കെ തന്നെ. അപ്പോൾ ഉപ്പാക്കുള്ള ബൈപ്പാസ് മറ്റേ നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്കൊക്കെ വന്നതോട് കൂടിയിട്ടാണ് പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം. ഇവിടെ വന്നു. എന്തായിരുന്നു സൗദിയിലെത്തിയിട്ട് ആദ്യമൊക്കെ? സൗദി അറേബ്യയിൽ ആദ്യം വന്നത് ഈ ബക്കാലയുടെ മായി ബന്ധപ്പെട്ട സെയിൽസിലായിരുന്നു വന്നുപെട്ടിട്ടുണ്ടായിരുന്നു. ഔട്ട്ഡോർ സെയിൽസ്. അതിൽ പെപ്സി അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്നു. പിന്നീട് അതിലുണ്ടാകുന്ന ജോലി ബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നീട് അത് പിടിക്കപ്പെട്ടിട്ട് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ അതിന്ന് നാട്ടിൽ പോകാനായിട്ട് പകരം തനാസിൽ മാറി. ഇവിടുന്ന് തനാസിൽ മാറി. പിന്നെ അളിയൻ തന്നെ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അളിയൻ്റെ സ്ഥാപനത്തിലേക്ക് തനാസിൽ മാറി. പിന്നെ അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ ജോലിക്ക് കയറാനുണ്ടായിരുന്നു. ശരി. പ്ലാസ്റ്റിക് എന്ത് മാനുഫാക്ചറിങ് ആയിരുന്നു? പ്ലാസ്റ്റിക്കിൻ്റെ ഇത് റോ മെറ്റീരിയൽസ് ആയിരുന്നു. ഗ്രാനുവൽസ് അങ്ങനെയുള്ള മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ റോ മെറ്റീരിയൽ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു. എത്ര വർഷം അവിടെ ജോലി ചെയ്തു? അവിടെ ഏകദേശം 2016 വരെ ജോലി ചെയ്തു. 2016 വരെ ജോലി ചെയ്തു. പിന്നീട് എങ്ങനെ നമ്മൾ പിന്നീട് സ്വന്തമായിട്ട് സെയിൽസ് ഒറ്റയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യുന്ന രീതിയിലൊക്കെ കുറേ കാലം അങ്ങനെ സെയിൽ ചെയ്ത് മുന്നോട്ട് പോയി. പിന്നീട് അത് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. ആ സമയത്താണ് നമ്മുടെ കൊറോണ കടന്നു വന്നത്. കോവിഡ്-19. അത് ഭയങ്കര ഒരു ഗ്യാപ്പ് ഇട്ടു. അതായത് നമ്മൾ ചെയ്തു വന്ന എന്തൊക്കെയാണോ അതൊക്കെ തകിടം മറിച്ച് നമ്മളൊന്നുമല്ലാത്തൊരവസ്ഥയിൽ വീണുപോയി. പിന്നീട് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവാസിയെ കൈമടത്തിയിട്ട് നേരെ നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയായിരുന്നു. നാട്ടിൽ പോയി. കൊറോണയുടെ കോവിഡിൻ്റെ ടൈമിന് ആ സമയത്ത് തന്നെ പോയി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 6 മാസം നാട്ടിൽ നിന്നു. 6 മാസം നാട്ടിൽ നിന്ന് 6 മാസമായി നോക്കുമ്പോഴും നാട്ടിലും ഈ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് കോവിഡ് നല്ലോണം ബാധിച്ച സമയമാണ്. നമുക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് നാട്ടിലും അന്ന് ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള സമയം. എന്നാൽ ട്രൈ ചെയ്തു. ഇൻറ്റീരിയറിൻ്റെ വർക്ക് അത് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിലും മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന മേഖലയൊക്കെ കൈവച്ച് നോക്കി പരാജയപ്പെട്ടു. തിരിച്ച് നമ്മുടെ മനസ്സിലെപ്പോഴും ഈ സൗദി അറേബ്യ, അതായത് ഇത്രയും വർഷം ഇവിടെ നിന്നിട്ട് ഈ സൗദി അറേബ്യയിലാണ് നമുക്ക് നാട് പോലെ ആയിപ്പോയി. അതെ. അപ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കയറേണ്ടി വന്നു. ഇവിടെ തന്നെ കയറി നാട്ടിൽ സക്സസ് ആവില്ല തോന്നിയപ്പോൾ തിരിച്ച് സൗദിയിലോട്ട്. ഇവിടെ വന്നതിന് ശേഷം പിന്നീട് ആദ്യം ഒരു ഷോപ്പിൽ വർക്കിംഗ് പാർട്ണറായിട്ട് കയറി. പിന്നീട് ആ ഷോപ്പിലുള്ള ആളുകൾക്ക് അത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കാരണം അവരത് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലായി. പിന്നീട് അത് കൈമാറി. പിന്നെ ആ ഷോപ്പ് റൺ ചെയ്തു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് 1-2 ഷോപ്പുകൾ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ മാനുഫാക്ചറിങ്ങിലേക്ക് മാറി. പഴയ പരിപാടി നമ്മൾ മുന്നേ ചെയ്തിരുന്ന മാനുഫാക്ചറിങ് തന്നെയായിരുന്നു. അത് വീണ്ടും റീ ഓപ്പൺ ആക്കിയ പോലെ തന്നെ വീണ്ടും തുടങ്ങി. നമ്മുടെ ഷോപ്പ് വഴി നമ്മുടെ ഐറ്റംസൊക്കെ നമ്മൾ തന്നെ സെയിൽ ചെയ്യാൻ തുടങ്ങി. പുറത്തേക്ക് നമ്മൾ ലോഡ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളൂ ഒരു റണ്ണിങ്ങിലെത്തിയിട്ടുള്ളത്. അതായത് പിന്നെ നമ്മൾ ആദ്യം ജോലി ചെയ്ത ആ ഒരു മാനുഫാക്ചറിങ് സിസ്റ്റമിലേക്ക് തന്നെ നമ്മൾ വന്നു. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അത്. 3 വർഷത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ വരികയാണ്. പിന്നീട് അത് നമ്മൾ ഇൻവെസ്റ്റർമാരെ നോക്കി അതിനുള്ള ആളുകളെ കണ്ടെത്തി അതിനുള്ള വഴികളൊക്കെ തുറന്നു തന്നു. നമ്മൾ പ്രതീക്ഷിച്ചാലും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. നമുക്കിപ്പോൾ ഷോപ്പുകൾ കാര്യങ്ങളായാലും കമ്പനി ആയാലും കാര്യങ്ങളൊക്കെ ആയാലും സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സൗദി അറേബ്യ ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കും പിന്നെ പുറത്തുനിന്ന് ദുബായ് അല്ലെങ്കിൽ ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇവർ. ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ് പിന്നെ വളരെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് വൈഡായിട്ട് ഭയങ്കര വെൽക്കം ചെയ്യുന്നു. അപ്പോൾ എത്ര ആളുകൾ ഇങ്ങോട്ട് കടന്നു വന്നിരുന്നാലും ഇവിടെ അത്രയും വലിയൊരു ഓപ്ഷൻ തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എത്രത്തോളം സ്റ്റാഫ് ഇപ്പം നമ്മുടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ പേര് നമ്മുടെ ഷോപ്പിലാണ് ഇവിടെ മറ്റേ ഫാക്ടറി ഒക്കെ കൂടിയിട്ട് 37 പേര് വർക്ക് ചെയ്യുന്നുണ്ട്.
മാഷാഅല്ലാ. നമ്മൾ ആദ്യം മറ്റുള്ളവരുടെ കീഴിൽ ജോലിക്ക് നിൽക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ജോലിക്കാരെ കൂടെ പിടിക്കുന്ന അവരാണ് നമ്മളെ ഇത്രയും വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ബാക്ക് ബോൺ. ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഷോപ്പിൻ്റെ ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മുടെ ജോലിക്കാരെ മൂടുമെന്ന് പറയും. നമുക്ക് ഇന്ന ഭാഗത്തൊരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെയിൽ ഇന്ന പോലെ ചെയ്യാൻ പറ്റും എന്ന് അവർ പറഞ്ഞിട്ട് അവരിൽ നിന്ന് തന്നെ ആളുകൾ അവരെന്നെ സെലക്ട് ചെയ്തിട്ട് അവർ നമുക്ക് വേണ്ടി ഒരുപാട് സ്ട്രൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സ്നേഹബന്ധം പോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പരിഗണന, അതാണ് അവർക്ക് നമ്മളോട് ഇങ്ങോട്ടൊരു സ്നേഹം തോന്നാനുള്ള കാരണം അല്ലേ? ഇక നമ്മുടെ ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെ പ്രോഡക്റ്റാണ് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്? ഇതിലിപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള നിലവിലുള്ളത് ട്രാഷ് ബാഗ്, പിന്നെ അതുപോലെ ഷോപ്പിംഗ് ബാഗുകൾ, അതുപോലെ പ്രിൻറ്റഡ് ഐറ്റംസുകൾ, അങ്ങനെയുള്ള പേപ്പർ ബാഗുകൾ, ഇങ്ങനെയുള്ളതാണ് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ളത് നിലവിലുള്ള മെഷീനുകൾ. ഈ നിലവിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലിപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പെട്ടെന്ന് നടപ്പിലാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. വൈഫിൻ്റെ സപ്പോർട്ട് അത് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. 5 വർഷമായിട്ട് ഇപ്പോൾ ഞാൻ വന്നതിന് 1 വർഷത്തിന് ശേഷമാണ് ഇവിടെ എൻ്റെ കൂടെ അങ്ങോട്ട് തിരിച്ച് വന്നത്. 4 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ കൂടെ ഉണ്ട്. അവരാണ് ബാക്കിൽ നിന്നിട്ട് എൻ്റെ ഫൈനാൻഷ്യലായാലും എന്ത് കാര്യങ്ങളായാലും കാൽക്കുലേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും നാളെ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞു തരാനും ഒക്കെ അവർ കൂടെയുണ്ട്. പിന്നെ പരാതികളില്ലാത്തൊരു വൈഫായതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. പരാതികളൊന്നും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ എപ്പോഴും നമുക്ക് ഒരുപാട് തുറന്നു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കൂടുതൽ സമയം ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? എന്താണ് വൈഫിൻ്റെ പേര്? ആരിഫ. ആരിഫ. നാട്ടിൽ അടുത്ത് തന്നെയാണോ? ഞങ്ങൾ 2 കിലോമീറ്റർ ഡിഫറൻസ് ആണ് വ്യത്യാസം. മക്കൾ 3 പേരുണ്ട്. 3 പേരുണ്ട്. ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണ്. എന്ത് പേര്? മിൽഹാൻ എന്നാണ് പേര്. മിൽഹാൻ എന്ത് ചെയ്യുന്നു? മിൽഹാൻ ഇവിടെ പഠിക്കുന്നു. എത്രാം ക്ലാസ്? 3rd സ്റ്റാൻഡേർഡിൽ. സെക്കൻഡ്? രണ്ടാമത് മിൻഹ ഫാത്തിമ. ഓക്കെ. ഇപ്പോൾ LKG കഴിഞ്ഞു, UKGയിലേക്ക് നിൽക്കുന്നു. പിന്നെ കൊച്ചുവാവ. എന്താ പേര്? മുഹമ്മദ് മിൽഹാൻ. ഇത് നമ്മുടെ ഉപ്പ ഉമ്മ അവരുടെ ഇൻഫ്ലുവൻസ് സാറിൻ്റെ ലൈഫിൽ എത്രത്തോളം ഉണ്ടായിട്ട്? ഒരുപാട് വലുതാണ്. ഒരുപാട് നമ്മളൊക്കെ കഷ്ടപ്പെടുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളോടൊക്കെ പറയുന്നത് മറ്റൊരാളുടെ വീട്ടിൽ കിടക്കുന്ന പ്ലാവിൻ്റെ ഇല പോയാണെങ്കിൽ പോലും അത് മറിച്ചിടാൻ പോലും പോയി നോക്കണ്ട, അത് അവരുടെയാണ്, അത് നമ്മളെന്തിനാ മറിച്ചിട്ട് നോക്കണേ എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ ഉപ്പ നമ്മളെ ചെറുപ്പം മൂലം പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ നമുക്ക് പബ്ലിക്കിൻ്റെ ഉള്ളിൽ എവിടെയും പോയി നിൽക്കാൻ പറ്റും, നമ്മളൊരാളെ പറ്റിച്ചിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഏത് ഗ്രൗണ്ടിലും നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നത്. ആ ഒരു ധൈര്യം നമ്മുടെ ബാക്കിലുള്ളത് എൻ്റെ ഉമ്മ ഉപ്പ അവരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള നമ്മുടെ ഒരു ഇമേജ് ഉണ്ട്. അവർ നമ്മളെ വളർത്തിണ്ടാക്കിയ നമ്മളെ വളർത്തിണ്ടാക്കുന്ന അവർ നമ്മളെ പഠിപ്പിച്ചൊരു വഴിയുണ്ട്. അവർ ജീവിച്ച് കാണിച്ച വഴി ഒരുപാട് പറഞ്ഞു തരുന്ന മാത്രമല്ല ഒരുപാട് നല്ല, അതായത് എൻ്റെ ഉപ്പ ഉമ്മ എന്നല്ല, ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് നല്ല ആളുകളിലൊക്കെ ഇവരുടെയൊക്കെ പുറകിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ വാപ്പയും ഉമ്മയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ള നല്ല വഴികളാണ്. മാഷാഅല്ലാ. ഈ 16 വർഷമായി നമ്മളിപ്പം ഈ സൗദി അറേബ്യയുടെ 16 വർഷത്തെ മാറ്റം ഉണ്ടല്ലോ, അതെങ്ങനെ നോക്കിക്കാണുന്നത്? വലിയ ഇൻഡസ്ട്രിയിലായാലും ശരി, ഇവിടുത്തെ മറ്റേ സിറ്റി ഡെവലപ്മെൻറ്റ് കാര്യങ്ങളായാലും ശരി, മറ്റുള്ള പുതിയ ജോലികൾ, പുതിയ സംവിധാനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഇവർ വളരെ ഫാസ്റ്റാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഒരു സിറ്റി ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പ്രഖ്യാപനം വരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ അടുത്ത തലമുറയ്ക്കാണ് പ്രതീക്ഷിക്കാൻ പറ്റുക. ഇത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണാണ്. മെട്രോ എന്ന് നമ്മൾ കേൾക്കുമ്പോഴേക്കും മെട്രോ ഇവിടെ ഓടാൻ തുടങ്ങുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ബിസിനസ്സുകൾ ഒരുപാട്, ഇപ്പോൾ ഖത്തറിൽ നിന്നായാലും ദുബായിൽ നിന്നായാലും എത്രയോ ആളുകളെ ഇവർ വെൽക്കം ചെയ്ത് ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ എത്രയോ ബിസിനസ്സുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരുപാട് വലിയ കമ്പനികളൊക്കെ വന്ന് ഇവിടെ ഓപ്പൺ ആയിട്ടില്ലേ. ഇത് വലിയൊരു മേഖലയാണ് സൗദി അറേബ്യ. അത്രയും ഇന്ത്യ പോലെ വലിയൊരു രാജ്യമാണ്, വലിയൊരു ഇതാണ്. ഇപ്പോൾ റിയാദ്, ജിദ്ദ, അങ്ങനെ നമ്മൾ ഈ മെയിൻ ഫോക്കസ് ചെയ്യുന്നതിന് പകരം തന്നെ ചെറിയ സിറ്റികളെ മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ അതിവിടെ നടക്കുന്ന ഡെവലപ്പ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലുതാണ്. ഇപ്പോൾ റിയാദിനോട് ചുറ്റിപ്പറ്റി ദുവാത്മി, അതുപോലെ അഫറൽ ബാത്ത്, അങ്ങനെ ഒരുപാട് ഈ 200 കിലോമീറ്റർ ചുറ്റളവിൽ ചെറിയ സിറ്റികളായിട്ട് പണ്ട് കൃഷിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് വീടുകളും കാര്യങ്ങളായിട്ട് താമസിച്ചിരുന്ന പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ വരുന്ന മാറ്റങ്ങൾ നമുക്കിങ്ങനെ ലൈവിൽ കാണാണ്. ഓരോ തവണ പോയി വരുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ മോശമാകുന്നത് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെ ഗ്രോ അപ്പ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് വലുതാവുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അത് ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് പുതിയൊരു ബിസിനസ്, ഇപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള പുതിയ ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് മേഖല ഇവിടെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഇന്ന മേഖല എന്നല്ല, ഏത് മേഖലയിലും ഇവിടെ നമുക്ക് ഒരു
കൈവെക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഓക്കെ, താങ്കളുടെ ഈ തിരക്ക് പിടിച്ച ബിസിനസ് ലൈഫിലും നമ്മുടെ ദർശന ടി വിക്ക് സമയം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയൊരു അവസരത്തിൽ നമ്മൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.